എന്റെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല വാഹനമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചെറിയ പൈസയ്ക്ക് നല്ല വാഹനങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണണം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇപ്പൊ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക. അപ്പം ആദ്യം നിങ്ങൾ വീഡിയോയിലേക്ക് പോയാലോ. 2016 മോഡലുള്ളൊരു വാഹനമാണ് ടൊയോട്ട എറ്റിയോസ്. ഡീസൽ വേരിയന്റ് വരുന്ന ഒരു വാഹനമാണ്. ഫുൾ ഫേസ് ലിഫ്റ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഏകദേശം നമുക്കൊരു മൈലേജ് ഏകദേശം ഈ വാഹനത്തിൽ എത്ര ഉണ്ടാവും? ഏകദേശം ലോങ് അല്ല, 22 വരെ മൈലേജ് കിട്ടുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് മൈലേജ് കിട്ടുന്ന ഒരു വാഹനങ്ങൾ കൂടിയാണ്. ഒരു നല്ല ടയറിന്റെ ഭാഗത്തേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഏകദേശം ഒരു 70-80% ടയറുള്ള ഒരു വാഹനമാണ്. 4 ടയറും ഏകദേശം ഒരു 80% ഉണ്ട്. പിന്നെ അതേപോലെ നമ്മള് ഇന്റീരിയറിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ പക്ക നീറ്റ് ആയിട്ട് നല്ല സീറ്റുകളും കാര്യങ്ങളുമുള്ള പക്ക പുതിയ രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്ന നല്ലൊരു വാഹനമാണ്. പക്ക കണ്ടീഷനാണ് ഇന്റീരിയർ എന്ന് പറയുന്നത്. ടോട്ടലി നമുക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എത്ര നല്ല ഷൈനിങ്ങൾ നല്ല കൊണ്ടു നടക്കാൻ പറ്റുന്ന എല്ലാവർക്കും ക്യൂട്ടായിട്ട് ഒതുങ്ങിയ ഒരു വാഹനം വേണമെങ്കിൽ നമുക്ക് ഈ എറ്റിയോസിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഏത് ടയറിലൂടെ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പൊ നമ്മള് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 5.5 ലക്ഷം രൂപ കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. 5.5 ആണ് നമ്മൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. നമുക്കൊരു 80 രൂപ 90 ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുമോ വണ്ടി? 1 ലാഖിന്റെ റേഞ്ച് ഉണ്ടെങ്കിൽ ചെയ്യാം. 1 ലാഖിനടുത്ത് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഒരു 4.5 ലക്ഷത്തോളം ലോൺ കയറുന്ന ഒരു വാഹനം കൂടിയാണ്. 18 മോഡലിലൊരു എക്സീസ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഈ വാഹനം. ഏകദേശം ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഒരു വാഹനം. ഒരു എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? കിലോമീറ്റർ 1,08,000 റേഞ്ച് ഓടിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ഓടിയിട്ടുള്ളൊരു വാഹനം കൂടിയാണ്. നമ്മൾ പിന്നെ വാഹനത്തിന് നമ്മൾ സൈഡിലേക്ക് വരികയാണെങ്കിൽ നല്ല നീറ്റ് ആയിട്ടുള്ള നല്ല കളറിങ് കാര്യങ്ങളും നല്ല കളറാണ്. ഏകദേശം ഒരു 60% ടയറുള്ള ഒരു വാഹനം കൂടിയാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ ഇന്റീരിയറിലേക്ക് നമുക്ക് വരാം. ഇന്റീരിയറിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് ഇപ്പോഴും നല്ല നീറ്റ് ആയിട്ട് ഉള്ള ഒരു വാഹനം കൂടിയാണ്. ഏകദേശം നമ്മൾ കളർ കോഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമുള്ളതാണ്. നല്ല രീതിയിൽ തന്നെ സീറ്റ് കവറും കാര്യങ്ങളും ഉള്ളൊരു വാഹനം കൂടിയാണത്. ഇപ്പൊ അത്യാവശ്യം ഒരു മൈലേജും കാര്യങ്ങളും ഈ വാഹനത്തിന് കിട്ടാറുണ്ടല്ലേ? അത്യാവശ്യം ഒരു ഓട്ടോമാറ്റിക് വണ്ടിയല്ലേ, ഡീസൽ, എന്നാലും അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വാഹനം കൂടിയാണ്. തീർച്ചയായിട്ടും അപ്പൊ കൂടുതലൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിലെ ലേഡീസിനൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഏകദേശം നമുക്കൊരു എത്ര നമ്മൾ പ്രൈസ് ചോദിക്കുന്നത്? ഇത് 6 ലാഖ് കിട്ടിയാൽ കൊടുക്കാം. 6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് റേറ്റ് ആണ് നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. പക്ഷെ നമുക്കൊരു 1 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാതിരിക്കും അല്ലേ? ഒരു 1.5 റേഞ്ച് വേണ്ടി വരും. ഡീസൽ വണ്ടി ആകുമ്പോൾ കുറച്ചും ലോണ് കുറവായിരിക്കും. നമുക്ക് ഒരു 1.5-2 രൂപ ഉണ്ടെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി സുഖമായിട്ട് ഇറക്കാൻ പറ്റും. ഏകദേശം ഒരു 4-4.5 ലക്ഷത്തോളം നമുക്ക് ലോണ് കയറുകയും ചെയ്യും.